എല്ലാവർക്കും സാദരമായിട്ടുള്ള നല്ല നമസ്തേ. ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ. കഴിഞ്ഞ ദിവസം എന്നെ ആചാര്യ അജയൻ മംഗലത്ത് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ചെറു വീഡിയോ ചെയ്യുന്നത്. കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കിയ സ്തോത്ര സുരഭി എന്ന ഗ്രന്ഥത്തിൽ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് പറയണമെന്നായിരുന്നു ആചാര്യ അജയൻ്റെ അഭ്യർത്ഥന. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഈ ചെറു സംഭാഷണം ഇവിടെ കുറിക്കുന്നു. മന്ത്രങ്ങളുടെ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇതിൻ്റെ സാരം, പരമാത്മാവായ വിശ്വബ്രഹ്മാവ് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. അതിനുള്ള പ്രചോദനം 3 ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ അദ്ദേഹം നമുക്ക് നൽകുമാറാകട്ടെ എന്നാണ് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓം വിശ്വബ്രഹ്മാവ്, ഭൂർ ഭൂവി, ഭുവ പാതാളം, സ്വഹ സ്വർഗം, തത് അദ്ദേഹത്തിൻ്റെ, സവിതു പ്രകാശവാനായ, വരേണ്യം ശ്രേഷ്ഠമായ, ഭർഗോ പാപനാശകനായ, ദേവസ്യ ദാനം ചെയ്യുന്നവനെ ധീമഹി ധ്യാനിക്കുമാറാകണം. ധിയോ ബുദ്ധി, യോ ആരെ ന നമ്മുടെ പ്രചോദയാൽ പ്രചോദിപ്പിച്ചാൽ എന്നതാണ് അതിനകത്തിലെ ഓരോ അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥം എന്നും സൂചിപ്പിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് വിശ്വബ്രഹ്മദേവൻ തന്നെയാണെന്നാണ് ആചാര്യ അജയൻ്റെ അഭിപ്രായം. പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാതെ സർവവും നിരാലംബമായ അവസ്ഥയിൽ വിശ്വബ്രഹ്മദേവൻ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും, ദേവീദേവന്മാരെയും, നക്ഷത്രത്തെയും, ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്. ആദിമഗ്രന്ഥമായ മൂലസ്തംഭ പുരാണത്തിലും ഋഗ്വേദത്തിലും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് മൂലസ്തംഭ പുരാണത്തിലെ ന പൂർണ്ണ ജലം ചേവ എന്ന് തുടങ്ങുന്ന വളരെ മഹത്തരമായിട്ടുള്ള ശ്ലോകം. ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവിധ ദേവന്മാരുടെയും പര്യായമായി ആദിമ കാലഘട്ടത്തിൽ, അതായത് ശ്രേഷ്ഠമായ പാരമ്പര്യം നിലനിന്നിരുന്ന വൈദിക കാലഘട്ടത്തിൽ വിശ്വബ്രഹ്മദേവനായിരുന്നു എല്ലാ ദൈവങ്ങളുടെയും പര്യായമായി സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിലെ വിശ്വബ്രഹ്മ സൂക്തം വളരെ പ്രധാനമാണ്. എന്തായാലും ആചാര്യ അജയൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഗായത്രി മന്ത്രം, സ്തോത്ര സുരഭി ഗ്രന്ഥത്തിൽ നിന്നുള്ളത് ഇവിടെ പ്രതിപാദിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നു. നന്ദി. നല്ല നമസ്തേ. അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ.